രാഹുൽ ഈശ്വറിന് ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ ഈശ്വറിന് മാത്രമല്ല, എല്ലാവർക്കും അത്തരം സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതൊരിക്കലും സ്ത്രീകളെ അപമാനിക്കാനുള്ള ഒരു ലൈസൻസ് ആക്കരുത്. ഹൈന്ദവ പാരമ്പര്യത്തിൽ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്ന് പഠിച്ച സംസ്കാരമൊക്കെ രാഹുൽ ഈശ്വർ മറന്നു എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം രാഹുലിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ, അതുപോലെ ഹണി റോസിനോടുള്ള ആ ഒരു വാദപ്രതിവാദ ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കുന്നത്. ഒരിക്കലും അത് ഹണി റോസിനെ പൂർണ്ണമായും അനുകൂലിക്കുന്നവരല്ല, അല്ലെങ്കിൽ ഹണി റോസിനെ അനുകൂലിക്കുന്നു എന്നതുകൊണ്ടല്ല അങ്ങനെ ചോദിക്കുന്നത്. ഹൈന്ദവ സംസ്കാരത്തിൽ, ഹൈന്ദവ ധർമ്മത്തിൽ സ്ത്രീകൾ എപ്പോഴും ബഹുമാനിക്കപ്പെടണം. ഒരു വാക്കുകൊണ്ട് പോലും അവരെ അപമാനിക്കരുത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കുന്നവരാണ് പലരും രാഹുൽ ഈശ്വറിൻ്റെ ഈ അഭിപ്രായ പ്രകടനങ്ങളെ ഇങ്ങനെ വിലയിരുത്തുന്നത്. ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഹണി റോസ് ചെയ്യുന്നത് 100% ശരിയാണ് എന്ന അഭിപ്രായമില്ല. ബോച്ചെ ഹണി വിവാദം ഇപ്പോൾ രാഹുലിലേക്കും പോവുകയാണ്. സാമൂഹിക നിരീക്ഷകൻ രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിയുമായി നടി ഹണി റോസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ചാനൽ ചർച്ചകളിൽ രാഹുൽ പറഞ്ഞ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഈശ്വറിനെതിരെ നടി പോലീസിൽ പരാതി നൽകിയത്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ താൻ കൊടുത്ത ലൈംഗിക അധിക്ഷേപ പരാതിയുടെ ഗൗരവത്തെ നിസ്സാരമാക്കി കളയാനും ജനങ്ങളുടെ പൊതുബോധം അതിനെ തനിക്ക് നേരെ തിരിക്കാനും രാഹുൽ ഈശ്വർ ബോധപൂർവം ശ്രമിക്കുന്നു എന്നാണ് ഹണി റോസിന്റെ ഇപ്പോഴത്തെ പരാതി. വസ്ത്രസ്വാതന്ത്ര്യം അത് തന്റെ മൗലിക അവകാശമാണ് എന്ന് ഹണി റോസ് പറയുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയിരിക്കെ രാഹുൽ ഈശ്വർ അതിനെതിരെ അനാവശ്യ പ്രചരണം നടത്തി. സൈബറിടങ്ങളിൽ ആളുകൾ തനിക്കെതിരെ തിരിയാൻ ഇതാണ് കാരണം എന്നാണ് ഹണി റോസ് പറയുന്നത്. താനും കുടുംബവും കടന്നു പോകുന്നത് കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് എന്നും ഹണി റോസ് പറയുന്നുണ്ട്. എന്തായാലും മറ്റൊന്ന് രാഹുൽ ഈശ്വറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സംഘപരിവാറിൻ്റെ ആശയങ്ങളിലൂടെയാണ് തൻ്റെ വ്യക്തിമുദ്ര സമൂഹത്തിൽ പതിപ്പിച്ചത് എന്ന് നമുക്കറിയാം. അതുപോലെ മാധ്യമ ലോകത്തെ ചർച്ചകളിലൂടെ അദ്ദേഹം കടന്നു വന്നത് ശക്തനായിട്ടുള്ള ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ വക്താവായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീപ്പൊരി പ്രസംഗങ്ങൾ, തീപ്പൊരി പ്രഭാഷണങ്ങൾ, തീപ്പൊരി വാഗ്വാദങ്ങൾ ഇതൊക്കെ എത്ര ഹിന്ദുക്കളെയാണ് പുളകം കൊള്ളിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. ശബരിമല സമരത്തിൽ ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തി. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ അദ്ദേഹത്തിൽ ചില ചേഞ്ചസ് ഒക്കെ കണ്ടു. ഹൈന്ദവ സമൂഹത്തിന് എതിരായിട്ട് പറയാൻ തുടങ്ങി. ക്ഷേത്രങ്ങളിലെ ചില ആചാരങ്ങൾക്ക് തന്നെ എതിരായിട്ട് വന്നു. അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു. സനാതനധർമ്മം പല അവസരത്തിലും വിമർശനവും ചോദ്യചെയ്യലും ഉണ്ടായപ്പോൾ ശത്രുപക്ഷത്ത് നിന്ന്, അല്ലെങ്കിൽ വിമർശകരോട് ചേർന്ന് നിന്ന് പോകുന്ന ഒരു കാഴ്ചയും രാഹുലിൻ്റെ ആ ഒരു ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് BJP വിരുദ്ധരുടെ ക്യാമ്പുകളിൽ രാഹുൽ അഭയം തേടി, അവരുടെ കയ്യടി വാങ്ങി. പൊതുസമ്മതൻ എന്നുള്ള ഒരു മേലങ്കയാണ് ഞാൻ, അവിടെയുമില്ല ഇവിടെയില്ല എന്നുള്ള ഒരു മട്ടിൽ അങ്ങനെ നിൽക്കാനുമൊക്കെ ശ്രമിച്ചു. ഇപ്പോൾ കടുത്ത സംഘപരിവാർ വിരുദ്ധനാണ്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് പോകുന്ന ഒരു ആളായിട്ടാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ രാഹുൽ ഈശ്വറിനെ കാണുന്നത്. ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് സ്ത്രീകളോട് പുലർത്തേണ്ട പല സാമാന്യ മര്യാദകളും ഹൈന്ദവ സമൂഹത്തിൻ്റെ ലേബലിൽ വളർന്നു വന്ന സമൂഹത്തിൽ ഇടം നേടിയ രാഹുൽ ഈശ്വർ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഇപ്പോൾ വലിയ ഒരു വിമർശനം. ശബരിമല തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട കുടുംബാംഗമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ആ രീതിയിലുള്ള ഒരു സഭ്യമായ സംസ്കാരം പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ സഭ്യതയില്ല എന്നല്ല, അദ്ദേഹത്തിൻ്റെ സംസ്കാരമൊക്കെ വളരെ നല്ലത് തന്നെ, നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾ തന്നെ. പലപ്പോഴും സനാതന ധർമ്മത്തിന് എഗൻസ്റ്റ് ആയിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അതായത് ഒരു സമയത്ത് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിനെതിരെ സംസാരിച്ച ആൾ പലപ്പോഴും സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് പലയിടത്തും കേട്ടു തുടങ്ങിയ ഒരു സാഹചര്യവും ഉണ്ടായി. സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന ആൾ എന്ന അർത്ഥത്തിലൊക്കെ പലപ്പോഴും പൊതുവേദികളിൽ സംസാരിക്കുന്ന രാഹുൽ ചില പരാമർശങ്ങൾ ഹണി റോസിനെ കുറിച്ച് നടത്തിയത് കടന്നുപോയി എന്ന് തന്നെയാണ് രാഹുലിനോട് ബഹുമാനവും അതേസമയം ഇഷ്ടവും ഒക്കെ ഉള്ളവരും പറയുന്നത്. ഏത് തരത്തിൽ പ്രകോപനപരമായ വസ്ത്രം ധരിച്ചാലും അതിൻ്റെ പേരിൽ അധിക്ഷേപ പരാമർശം, അതായത് ചില വേഷങ്ങളിട്ട് കാണുമ്പോൾ തന്നെ നിയന്ത്രണം പോകും എന്ന മട്ടിലുള്ള ഹണി റോസിനെ കുറിച്ചുള്ള രാഹുലിൻ്റെ പരാമർശങ്ങളിൽ നിറഞ്ഞു നിന്നത് സ്ത്രീവിരുദ്ധത തന്നെയാണ്. അത്തരം വിമർശനങ്ങൾ ഇപ്പോൾ രാഹുലിനെതിരെ ശക്തമാകുന്നുണ്ട്. ശബരിമലയിലെ യുവതി പ്രവേശനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തി ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് പൊതുസമൂഹം രാഹുലിനോട് ചോദിക്കുന്നത്. സ്ത്രീ പ്രശ്നങ്ങളെ നിർവീര്യമാക്കുന്ന പ്രതികരണങ്ങളാണ് എല്ലായ്പ്പോഴും രാഹുൽ ഈശ്വർ നടത്തുന്നത് എന്നും സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കുന്ന ആളാണ് രാഹുൽ എന്നും ഹണി പറഞ്ഞിരുന്നു. തന്ത്രി കുടുംബത്തിൽ പിറന്ന രാഹുൽ പൂജാരിയാകാതിരുന്നത് നന്നായി. ആയിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിൽ അദ്ദേഹം ഡ്രസ് കോഡ് ഏർപ്പെടുത്തുമായിരുന്നു എന്നാണ് ഹണി റോസ് പറയുന്നത്. ഭാഷയുടെ മേലുള്ള നിയന്ത്രണം രാഹുലിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ലേ? ഏത് വേഷത്തിൽ കണ്ടാലാണ് നിയന്ത്രണം പോകുക എന്ന് അറിയില്ല എന്നും എപ്പോഴെങ്കിലും രാഹുലിന് മുന്നിൽ പോകേണ്ടി വന്നാൽ ശ്രദ്ധിക്കാം എന്നുമായിരുന്നു ഹണി റോസ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത്. എന്തായാലും ഹണി റോസിൻ്റെ വസ്ത്രധാരണം മാന്യമല്ല എന്ന തരത്തിൽ രാഹുൽ ഈശ്വർ പ്രതികരിക്കുമ്പോൾ, അത്തരം ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾ പറയുമ്പോൾ അതിന് രണ്ട് തരത്തിൽ നമുക്ക് ഒരാളോട്
ഒരു ഒരു വിമർശനം പറയാം. ഒരിക്കലും മാന്യതയുടെ അതിർവരമ്പ് കടക്കുന്ന രീതിയിൽ വസ്ത്രദാനത്തിൽ വൃത്തികേടുണ്ട് എന്നുള്ള രീതിയിൽ ഡയറക്റ്റായിട്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ തുറന്നടിച്ച ആക്ഷേപസ്വരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ ഇങ്ങനെയല്ല വേണ്ടത് എന്ന് മാന്യമായ ഭാഷയിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിൽ ഹണി റോസിൻ്റെ വസ്ത്രദാനം പലർക്കും അനുകൂലിക്കാൻ പറ്റാത്തതാണ് എന്ന അഭിപ്രായം രാഹുൽ ഈശ്വറിന് പറയാമായിരുന്നു. സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാൾ എന്ന നിലയിൽ അത്രയും മാന്യതയോടെ അവതരിപ്പിക്കാമായിരുന്നു എന്ന് തന്നെയാണ് രാഹുലിനെ ഇപ്പോഴും ആരാധിക്കുന്ന സ്ത്രീകൾ, മെജോറിറ്റി ഭൂരിപക്ഷം സ്ത്രീകളും ഇപ്പോൾ പറയുന്നത്. രാഹുൽ ഈശ്വറിന് തൻ്റെ ഭാഷ, സ്ത്രീകളോടുള്ള സ്ത്രീ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ തൻ്റെ ഭാഷ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ത്രീപക്ഷ ആരാധകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.